ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യദുകുലം എങ്ങനെ നശിച്ചു? ആ കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ വിശ്വാമിത്രൻ മുതലായ മഹർഷിമാർ ദ്വാരകയിൽ എത്തിച്ചേർന്ന അവസരത്തിൽ യാദവന്മാർ വെറും നേരം പോക്കിന് വേണ്ടി ശ്രീകൃഷ്ണപുത്രനായ സാംബനെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിച്ച് മഹർഷിമാരുടെ സന്നിധിയിൽ കൊണ്ടുപോയി വിനയം നടിച്ചുകൊണ്ട് ഇവൾ പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ എന്ന് ചോദിച്ചു. ദിവ്യദൃഷ്ടിയുള്ള മഹർഷിമാർ തങ്ങൾ അധിക്ഷേപിക്കപ്പെടുകയാണ് എന്ന് ധരിച്ച് കോപാവിഷ്ടരാവുകയും ഇവൾ പ്രസവിക്കുന്നത് ഒരു ഇരുമ്പുലക്കയായിരിക്കും, അത് കുലനാശത്തിന് കാരണമായിരിക്കും എന്ന് ശപിക്കുകയും ചെയ്തു. പരിഭ്രാന്തരായ യാദവർ സാമ്പന്റെ വേഷമഴിച്ചു നോക്കിയപ്പോൾ ഒരു ഇരുമ്പുലക്ക കണ്ട് അതീവ ഭീതരും വിഷണ്ണരുമായി തീർന്നു. അവർ തങ്ങൾക്ക് പറ്റിയ അബദ്ധം അടക്കം എല്ലാ വിവരങ്ങളും ഉഗ്രസേന മഹാരാജാവിനെ അറിയിച്ചു. അനന്തരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇരുമ്പുലക്ക പൊടിയാക്കി സമുദ്രജലത്തിൽ ഇട്ടു. പൊടിയാകാതെ അവശേഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു കഷണം ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ പിടിച്ച മുക്കുവൻ അതിൻ്റെ ഉദരത്തിൽ നിന്ന് കിട്ടിയ ഇരുമ്പ് കഷ്ണം ഒരു ശരത്തിൻ്റെ അഗ്രഭാഗത്ത് പിടിപ്പിച്ചു. ഇരുമ്പ് കഷ്ണം പിടിപ്പിച്ച ശരം ജര എന്ന് പേരായ ഒരു കാട്ടാളൻ്റെ കയ്യിൽ എത്തിപ്പെടുകയും ചെയ്തു. സമുദ്രജലത്തിൽ കലക്കിയ പൊടികൾ കരയിൽ ചെന്നുപറ്റി ഏരകം എന്ന് പേരായ മൂർച്ചയുള്ള ഒരു തരം പുല്ലായി വളർന്നു. കാലം കഴിഞ്ഞുപോയി. ഒരിക്കൽ ബ്രഹ്മാവ്, പരമശിവൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുകയും ഭൂമിയിലെ താമസം മതിയാക്കി വൈകുണ്ഠത്തിലേക്ക് തന്നെ മടങ്ങേണ്ടതാണെന്നും അറിയിച്ചു. താൻ അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഭഗവാൻ അവരെ മടക്കി അയച്ചു. അതിൽ പിന്നെ ദ്വാരകയിൽ പല ദുർനിമിത്തങ്ങളും കാണപ്പെട്ടു. എല്ലാവരും ദ്വാരക വിട്ട് പ്രഭാസതീർത്ഥത്തിലേക്ക് പോകേണ്ടതാണെന്നും അവിടെ വെച്ച് പിതൃതർപ്പണം, ദേവതർപ്പണം, ദാനം മുതലായ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ദോഷശാന്തി വരുത്തേണ്ടതാണെന്നും ഭഗവാൻ യാദവരോട് നിർദ്ദേശിച്ചു. അനന്തരം ദൈവയോഗത്താൽ യാദവർക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു. അവർ അതിമധുരമുള്ള മദ്യം പാനം ചെയ്ത് മത്തന്മാരും അഹങ്കാരികളുമായി തീർന്ന് അന്യോന്യം കലഹിക്കാൻ തുടങ്ങി. മദ്യലഹരിയിൽ മതിമറന്നു പോയ അവർ പരസ്പരം ബന്ധുത്വം മറന്ന് ആയുധമെടുത്തു. പലർക്കും ജീവഹാനി സംഭവിച്ചു. ആയുധങ്ങൾ നശിച്ചു പോയപ്പോൾ അവർ മുഷ്ടിയുദ്ധം ചെയ്തു. കടൽ തീരത്ത് പണ്ട് ഇരുമ്പുലക്കയുടെ പൊടിയിൽ നിന്ന് മുളച്ചുണ്ടായ ഏരകപ്പുല്ലായിരുന്നു അവസാന ആയുധം. മൂർച്ചയുള്ള ആ പുല്ല് പറിച്ച് അവർ ഇടം വലം നോക്കാതെ അന്യോന്യം തല്ലി. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മരിച്ചു വീണു. യാദവരെല്ലാം അന്യോന്യം കലഹിച്ചു നശിച്ചത് കണ്ട ബലരാമൻ സമുദ്രതീരത്ത് തന്നെ സമാധിയിരുന്ന് യോഗശക്തിയാൽ ദേഹം വെടിഞ്ഞ് ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു.